സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ബലൂചിസ്ഥാനിലെ തന്ത്രപ്രധാന സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്ത് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി. പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയെന്ന് അവകാശപ്പെട്ട എഴുത്തുകാരൻ മിറാർ ബലോച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതിന് അംഗീകാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആർ കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ ബാബു, ഈ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ഒരു വശത്ത് ഇമ്രാൻഖാന്റെ അനുയായികൾ രംഗത്തിറങ്ങുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്നു. അതായത് ഈ യുദ്ധ സമാനമായൊരു സാഹചര്യം നോക്കുമ്പോൾ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടി നൽകുന്നതാണ്? ടോം, പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെ പോരാട്ടം നയിക്കേണ്ടി വരുന്നു, അതിനൊപ്പം മറുഭാഗത്ത് സ്വന്തം രാജ്യം അതേപോലെ നിലനിർത്താൻ വേണ്ടിയുള്ള അതിനേക്കാൾ വലിയ പോരാട്ടം നയിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ത്യക്കെതിരെ നാളെ യുദ്ധം ചെയ്തേക്കാമെന്നൊക്കെ മട്ടിൽ വലിയ വീരവാദമൊക്കെ മുഴക്കിയാണ് പാകിസ്ഥാന്റെ സൈനിക തലവന്മാരും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയൊക്കെ നിന്നെങ്കിൽ ഇവിടെ ഇന്ത്യയുമായുള്ള ഒരു സംഘർഷം ആരംഭിച്ച സമയത്ത് തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ പിന്നീട് വരാനുള്ളതാണ്. പക്ഷേ ഒന്ന് വ്യക്തമാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ അവിടുത്തെ പല പ്രദേശങ്ങളുടെയും നിയന്ത്രണ അധികാരമൊക്കെ ഉള്ളത് BLAക്ക് തന്നെയായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വലിയ സാന്നിധ്യം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബലൂചിസ്ഥാൻ BLA അവകാശപ്പെടുന്നതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ കൂട്ടത്തോടെ ആട്ടിപ്പായിച്ചു എന്നാണ് അവർ പറയുന്നത്. പല പോസ്റ്റുകളും, വിജനമായ പോസ്റ്റുകൾ, ആളൊഴിഞ്ഞ പോസ്റ്റുകളിലെയൊക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ BLA പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിന്ന് പാകിസ്ഥാൻ ആർമിയെ പിൻവലിപ്പിക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയെ, അതിവിശാലമായ ഒരു പ്രദേശമാണ് ഇതെന്ന് ആലോചിക്കണം. പാകിസ്ഥാന്റെ ഏകദേശം 1/3 വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്ത് നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ ആർമിയെ പിൻവലിപ്പിക്കണം എന്നൊക്കെ അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു എന്ന് തന്നെയാണ്. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകന്റെ ട്വീറ്റും ഒക്കെ വന്നു. ഞങ്ങളുടെ രാജ്യത്തെ ഇന്ത്യ അംഗീകരിക്കണം, ഞങ്ങളുടെ രാജ്യത്തിനെ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയുടെ ഒരു എംബസി തുടങ്ങണം, അതുപോലെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു എംബസി ഡൽഹിയിലും തുടങ്ങണം. ആ തരത്തിലൊക്കെ എങ്ങനെയാണോ 1971 യുദ്ധകാലത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ വേർപെടുത്തുകയൊക്കെ ചെയ്തത്, അങ്ങനെ വേർപെടുത്തിയതുപോലെ ഇപ്പോഴും ബലൂചിസ്ഥാനെ വേർപെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ ഒരു സഹായം, ഇന്ത്യയുടെ പരോക്ഷമായെങ്കിലും ഒരു സഹായം ഉണ്ടാവണം എന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അവിടെ പ്രത്യക്ഷത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ പോലും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ ഒരു വലിയ ആഭ്യന്തരം എന്താണ്. ഇതാണ് ബലൂചിസ്ഥാന്റെ ചിത്രങ്ങൾ, നമുക്ക് ആ ചിത്രങ്ങൾ കൂടി കാണാം. ഇത് ഇന്ത്യ ആണെങ്കിൽ ഇത് പാകിസ്ഥാനും ബലൂചിസ്ഥാനും കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത് ബലൂചിസ്ഥാനിന്റെ പ്രവിശ്യയാണ്. ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യ ആകെ പാകിസ്ഥാൻ വരുന്നതിന്റെ ഏകദേശം 1/3 വരുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്നതുകൂടി ആലോചിക്കണം. ഇവിടെയാണ് പ്രധാനമായും, തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനാണ്, അതിന്റെ തൊട്ടപ്പുറത്ത് ഇറാനാണ്. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നേരത്തെ നമ്മൾ ഇതായിരുന്നു ബംഗ്ലാദേശിന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിനെ ഇവിടെയാണ് നമ്മൾ 1971 യുദ്ധത്തിൽ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ഇവിടെ സ്ഥാപിച്ചത്. അതുപോലെ ബലൂചിസ്ഥാനുകളും ആവശ്യപ്പെടുന്നത്, അവിടുത്തെ ലിബറേഷൻ ആർമിയൊക്കെ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു സഹായമാണ്. ഇന്ത്യ സൈനിക സഹായമൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ രാജ്യമായി പ്രഖ്യാപിച്ചോളാം, നിങ്ങളുടെ ഒരു നയതന്ത്ര സഹായമെങ്കിലും വേണം എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആകെ വിഷയത്തിലാണ്. അവർക്ക് ഇന്ത്യയുമായി പോരാടാൻ വേണ്ടി സൈന്യത്തെ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കണോ അതോ രാജ്യം തന്നെ വെട്ടിമുറിക്കപ്പെടുന്ന, ഒരിക്കൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് രാജ്യത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നത് ആലോചിക്കണം. ഇപ്പോൾ പാകിസ്ഥാന് വീണ്ടും അവരുടെ രാജ്യത്തിൻ്റെ മറ്റൊരു പകുതി കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക മറുഭാഗത്ത് അതിശക്തമായി തന്നെ നിൽക്കുകയാണ്. വളരെ കാലം ഈ കഴിഞ്ഞ തൊട്ടടുത്ത് ഇന്നലെയോ മെനഞ്ഞാന്നുമാണ് അതിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിലാണ് സ്ഥിരീകരണം വരാനുള്ളത്. 14 സൈനികരെയാണ് BLA കൊലപ്പെടുത്തിയ ശേഷം അവർ ആ സൈനിക വാഹനം കടന്നു വരുന്നു. സൈനിക വാഹനത്തിന് മുകളിലേക്ക് അവർ ബോംബിട്ട് വാഹനം അപ്പാടെ സ്ഫോടനത്തിൽ തകർന്നു. അത്രയേറെ വീര്യമുള്ള ബോംബാണ്. എല്ലാവരും തൽക്ഷണം തന്നെ മരിക്കുന്നു. വാഹനത്തിൻ്റെയൊക്കെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറയുന്ന മട്ടിൽ വാഹനമൊക്കെ ചിന്നിച്ചിതറി പോവുകയാണ്. അത്രത്തോളം ശക്തമായ ബോംബാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് 14 സൈനികരെയാണ് അവർ കൊലപ്പെടുത്തിയത്. ഇതിന്റെ വിഷ്വലും പുറത്തുവിടുന്നത് ഈ BLA തന്നെയാണ്. BLA പുറത്ത് ഏകദേശം 5 മിനിറ്റോളം നീളുന്ന വിഷ്വൽ തന്നെയാണ്. ഇത് ഇനി വ്യാജമായി നിർമ്മിച്ച വിഷ്വലൊന്നും അല്ല, ആർക്കും പരിശോധിക്കാം എന്നുള്ള വെല്ലുവിളിയോടുകൂടി തന്നെയാണ് അവർ അങ്ങനെ വിഷ്വൽ പുറത്തുവിടുന്നു. അതിനുശേഷം മറ്റ് 2 പേരെ കൂടി അവർ കൊലപ്പെടുത്തുന്നു. അതിന് ഈ മാർച്ച് മാസത്തിലാണ് അവിടത്തേക്ക് വന്ന ഒരു ട്രെയിൻ തന്നെ ഇവർ തട്ടിയെടുത്തത്. ഏകദേശം 350ഓളം വരുന്ന യാത്രികരെയൊക്കെ അവർ ബന്ദികളാക്കി മണിക്കൂറുകളോ ദിവസങ്ങളും ഒക്കെ നിർത്തിയിരുന്നു. അവസാനം അവരെയൊക്കെ മോചിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞുവെങ്കിൽ പോലും ആ തരത്തിലേക്കൊക്കെ ഒരു രാജ്യത്തെ
രാജ്യത്തിനെ ഒരു രാജ്യത്തിൻ്റെ തീവണ്ടി തന്നെ തീവണ്ടി തട്ടിയെടുത്തിട്ട് ആ രാജ്യത്തെ വെല്ലുവിളിച്ചിട്ട് ആ രാജ്യത്തിന് ദിവസങ്ങളെടുക്കുക അവരിൽ നിന്ന് ആ യാത്രക്കാരെ ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്ന ബലൂജിലെ ജനങ്ങളുടെ കൂടി വലിയൊരു പിന്തുണ കൂടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കുണ്ട് എന്നത് ആലോചിക്കണം. എങ്ങനെയാണോ ബംഗ്ലാദേശിൻ്റെ കാലത്ത് ബംഗ്ലാദേശിനെ ഒരു രാജ്യമാക്കി നിലനിർത്താൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി ഈ ബംഗ്ലാദേശിനെ ഒരു രാജ്യമാക്കി നിലനിർത്താൻ ഇന്ത്യ നിന്നത്, അന്ന് ബംഗ്ലാദേശികൾ മഹാഭൂരിപക്ഷം വരുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യക്കോ അല്ലെങ്കിൽ അത്തരം ഒരു രാജ്യം വേണം, പാകിസ്ഥാനെതിരായ ഒരു വികാരം ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയാണോ പാകിസ്ഥാനെതിരായ വികാരം അന്നത്തെ പാകിസ്ഥാനിലെ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടെ ജനങ്ങൾക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് ഇന്ന് ഈ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ട് അവർ ടെറർ എന്ന് അവർ പറയുന്നത് ഷഹബാസ് ഷെരീഫ് സർക്കാർ അങ്ങനെ പല രീതിയിലുള്ള തലവേദനകളും സൃഷ്ടിക്കുന്ന രീതിയിലാണ് രാജ്യത്തിനകത്ത് തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നത്. ഇവിടെ കിരൺ, ഷഹബാസ് ഷെരീഫിന്റെ, അതായത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് സമീപത്ത് പോലും ഇന്നലെ സ്ഫോടനം നടന്നിരുന്നു. സൈനിക മേധാവിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്ത് സ്ഫോടനം നടന്നിരുന്നു. പിന്നീട് ഷഹബാസ് ഷെരീഫിനെ അവിടെ നിന്നും മാറ്റി ബങ്കറിലേക്ക് മാറ്റി എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണല്ലോ. ഇക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു തിരിച്ചടികൾ പല രീതിയിലുള്ള, അതായത് ആഭ്യന്തര തലത്തിൽ പോലും ഈ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ, പ്രത്യേകിച്ചും ഭീകരവാദികളെ മുന്നിൽ നിർത്തിയുള്ള ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? ടൊമേ, അത്തരത്തിലെ വാർത്തകളൊക്കെ സ്വാഭാവികമായി യുദ്ധമുഖത്ത് വരുമ്പോൾ പലപ്പോഴും വാർത്തകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും. അതിൽ ചില വാർത്തകളുടെയൊക്കെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരിക്കലും സ്ഥിരീകരണം ഉണ്ടായി എന്ന് വരില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വസതിയിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും മാറിയെങ്കിൽ പോലും അത് പാകിസ്ഥാൻ ഒരിക്കലും സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം വാർത്തകൾക്കൊന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അങ്ങനെ നടന്നു എന്ന രീതിയിലേക്ക് ആധികാരികമായി പറയാൻ പലപ്പോഴും കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ടോം പറഞ്ഞതുപോലെ കടുത്ത വെല്ലുവിളി നേരിടുക, അത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയെ ആക്രമിച്ച് തിരിച്ചടിക്കാൻ ശേഷിയുണ്ട് എന്ന് കരുതി അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധമൊന്നും തുടങ്ങിയില്ല, ഒരു ചെറിയ സംഘർഷം മാത്രമാണ് തുടങ്ങിയത്. ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ അവരുടെ 9 ഭീകര താവളങ്ങളിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ആഗോള ഭീകര സംഘടനകൾ, ലഷ്കർ എ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും അതോടൊപ്പം തന്നെ ഈ 2 പ്രധാനപ്പെട്ട തീവ്രവാദി സംഘടനകളുമൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് അന്ന് ബോംബ് ആക്രമണം ഉണ്ടായത്. അവരെ ഒന്നും സംരക്ഷിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല, പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞില്ല, ISI കഴിഞ്ഞില്ല. അതൊക്കെ ഈ ഭീകര സംഘടനകൾ തന്നെ പ്രധാനമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഹിസ്ബുൾ മുജാഹിദീനായാലും ലഷ്കർ എ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഒക്കെ അത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭീകര സംഘടനകൾ ഉയർത്തുന്ന ഒരു അധികാരത്തിനെതിരെ, സർക്കാരിനെതിരെ, പട്ടാളത്തിനെതിരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ, അവരുടെ അമർഷം അതൊരു ഭാഗത്ത്, മറുഭാഗത്ത് പട്ടാളം ഇനി അധികാരം പിടിച്ചു വാങ്ങുമോ എന്നുള്ള ആശങ്ക മറ്റൊരു ഭാഗത്ത്, പട്ടാള മേധാവിയെ തന്നെ മാറ്റുന്ന ഒരവസ്ഥ, പട്ടാള മേധാവിയെ തടവിലാണോ അറസ്റ്റിലാണോ എന്നൊന്നും എന്തായാലും അറിയില്ല. എന്തായാലും പട്ടാള മേധാവി എന്തായാലും ഇപ്പോൾ കരസേനയുടെ മേധാവി ആ സ്ഥാനത്ത് ഇല്ല എന്നുള്ള വാർത്തകളാണ് പുറത്ത്